ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാർ പോറ്റിയാണ് അറസ്റ്റിലായത്. വിജിലൻസ് പത്തനംതിട്ട യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആടിയ ശിഷ്ടം നെയ്യ വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്നു സുനിൽകുമാർ പോറ്റി. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ സുനിൽകുമാർ പോറ്റി അറസ്റ്റിലായിരിക്കുകയാണല്ലോ. ഏതു രീതിയിലുള്ള ക്രമക്കേടാണ് ഇയാൾ നടത്തിയത്? രോഹിണി, ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിലാണ് ആടിയ ശിഷ്ടം നെയ് കൗണ്ടറിൽ വലിയ ലക്ഷങ്ങളുടെ ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് ഈ കേസന്വേഷണം നടത്തുകയായിരുന്നു, കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ടുള്ള ദേവസ്വം ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ 13ാമത്തെ പ്രതിയാണ് സുനിൽകുമാർ പോറ്റി. ഈ ദേവസ്വം കൗണ്ടറിന്റെ, അതായത് ഈ ആടിയ ശിഷ്ടം നെയ്യ് വിൽക്കുന്ന കൗണ്ടറിന്റെ ചുമതലയുള്ള ആളായിരുന്നു സുനിൽകുമാർ പോറ്റി. ഇയാൾ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനുമാണ്. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ ആടിയ ശിഷ്ടം നെയ് കൗണ്ടറിന്റെ ഡ്യൂട്ടിയായിട്ട് ഇത്തവണ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിൽ എത്തിയത്. തുടർന്ന് ഇയാളുടെ നേതൃത്വത്തിലടക്കം ക്രമക്കേടുകൾ നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 33 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദേവസ്വം ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെയാണ് 33 പേരുള്ളത്. അതിൽ 13ാം പ്രതിയാണ് സുനിൽകുമാർ പോറ്റി. ഇന്ന് ഇയാളെ വീട്ടിൽ നിന്നും പത്തനംതിട്ട വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. എന്തായാലും ഇയാളെ അല്പസമയത്തിനകം തന്നെ കൊല്ലത്തുള്ള വിജിലൻസിന്റെ കോടതിയിൽ ഹാജരാക്കി ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം നവംബർ 17 മുതൽ ജനുവരി 2 വരെയുള്ള കാലയളവിൽ ഏകദേശം 35 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഈ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്നതായിട്ടാണ് കണ്ടെത്തിയത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ഹൈക്കോടതി തന്നെയാണ് അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആടിയ ശിഷ്ടം നെയ്യ് എന്ന് പറയുന്നത് ശബരിമലയിൽ അയ്യപ്പന് നെയ്യഭിഷേകം ചെയ്യുന്ന നെയ്യാണ്. നമ്മൾ കൊണ്ടുവരുന്ന നെയ്യ് അവിടെ നിന്നും അഭിഷേകം നടത്തി അത് തന്നെ വാങ്ങിക്കൊണ്ടു പോകാൻ ഭക്തർക്ക് അവസരമുണ്ട്. അങ്ങനെ അല്ലാത്തവർക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നിന്നും നേരത്തെ അയ്യപ്പന് ആടിയിട്ടുള്ള ആ നെയ്യ് പാക്കറ്റുകളാക്കി കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആ ആടിയ ശിഷ്ടം നെയ്യ് വാങ്ങുന്ന കൗണ്ടറിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. ദേവസ്വത്തിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള പാക്കറ്റുകളുടെ ആനുപാതികമായിട്ടുള്ള തുക ദേവസ്വത്തിന്റെ അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതുണ്ട്. അത് അവിടെയുള്ള ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അങ്ങനെ അത്രയും ആനുപാതികമായിട്ടുള്ള തുക അക്കൗണ്ടിലേക്ക് വന്നില്ല എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ രീതിയിൽ 35 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് ഈ കൗണ്ടർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടുതൽ പ്രതികളിലേക്ക് കൂടി അന്വേഷണം വരുന്ന ദിവസങ്ങളിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 33 പ്രതികളാണ് ആകെയുള്ളത്. എന്തായാലും സുനിൽകുമാർ പോറ്റിയുടെ അറസ്റ്റ് നടപടികളോടുകൂടി അന്വേഷണത്തിൽ ആ ഒരു ഗൗരവ സ്വഭാവം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകി.